ഭാരതത്തിലെ അതിപുരാതനമായ ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രം കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം. പഴയ കാലത്ത് വീട് പണിതരുന്നത് ഇന്നത്തെ പോലെ 2 സെൻറ്റ് 3 സെൻറ്റ് 5 സെൻറ്റ് ഒന്നുമല്ല, 2 ഏക്കർ 3 ഏക്കർ 5 ഏക്കറൊക്കെ സ്ഥലങ്ങളുണ്ടായിരിക്കും. ആ വീട് പണിയാൻ ആലോചിച്ചാൽ തന്നെ 1 കൊല്ലം 2 കൊല്ലം മുമ്പ് അതിനുള്ള പ്രിപ്പറേഷൻസ് നടക്കും. ആദ്യം പറമ്പിലുള്ള നല്ല മരങ്ങളൊക്കെ നോക്കി വയ്ക്കും. മരപ്പണിക്കാരാണ് സാധാരണ വീട് പണിയുടെ എല്ലാ ചുമതലയും വരുന്നത്. മരാശാരിമാരിൽ തന്നെ മൂത്ത ആളാണ്, സീനിയർ ആളാണ് മൂത്ത ആശാരി. അദ്ദേഹമാണ് പറമ്പിൽ വന്ന് മരങ്ങളെല്ലാം മാർക്ക് ചെയ്ത്, റൂഫിന് പറ്റിയ മരം, കട്ടള ജനലിലേക്ക് പറ്റിയ മരം, അങ്ങനെ ഓരോ ആവശ്യമുള്ള മരം മാർക്ക് ചെയ്ത് മരം മുറിക്കാൻ ഏർപ്പാട് ചെയ്യണം. മരം മുറിക്കാനൊക്കെ നാട്ടിൽ തന്നെ ആളുണ്ടായിരിക്കും. ഇന്നത്തെ പോലെ പുറമേ നിന്ന് ആരും വരണ്ട. അതുപോലെ മരം അറക്കണതും പറമ്പിലിട്ട് തന്നെയാണ്, അല്ലാണ്ട് മില്ലിൽ കൊണ്ട് ഇറക്കലൊന്നും 100 കൊല്ലം മുമ്പില്ല. ആ സമയത്തെല്ലാം മൂത്താശാരി അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങാരുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് മരം. നല്ല വണ്ണുള്ള മരത്തിൽ നിന്ന് വാതിലും ജനലൊക്കെ ആവശ്യമുള്ള, കതകിനൊക്കെ ആവശ്യമുള്ള പലക ഇറക്കും. ബാക്കിയുള്ളത് കട്ട്ലറ്റ് ഫ്രെയിമിന് ഉപയോഗിക്കും. അവസാനത്തെ മരം വരെ ഉപയോഗിക്കും വാതിലിൻ്റെയും ജനലുടെയും ചട്ടയ്ക്കും. പല സ്ഥലത്തും ഇന്നത്തെ പോലെ ജനലിലേക്ക് ഗ്രില്ലല്ല, മരം തന്നെ ആയിരുന്നു. നല്ല ഭംഗിയിലുള്ള മരം കൊണ്ടുണ്ടാക്കും. കമ്പിയില്ല, സിമൻറ്റും ഇല്ല അന്ന്. ഇതെല്ലാം തച്ചന്മാരുടെ പണികളാണ്, തച്ചുശാസ്ത്രം. ഈ മൂത്താശ്ശേരി തന്നെയാണ് മരം പണിയുന്ന ആളെ എല്ലാം ഏർപ്പാട് ചെയ്ത് മരം മാർക്ക് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് കല്ലാശാരി ഉണ്ട്, കല്ല് മാത്രം പണിയണത്. അതിലും ഒരു സീനിയർ ആളുണ്ടായിരിക്കും. പഴയ കാലത്ത് കല്ലുകൊണ്ടാണ് പണി തരുന്നത്. എല്ലാ വീടിൻ്റെയും തറ കല്ലായിരിക്കും. മിക്കവാറും കല്ല് അതേ പറമ്പിൽ തന്നെ വെട്ടാണ്ടായിരിക്കും, അതിലും അടുത്ത പറമ്പിലുണ്ടായിരിക്കും. ഇന്നത്തെ പോലെ അകലെ നിന്ന് മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അടുത്ത യാതൊന്നുമില്ല. പറമ്പിലെ മരം മുറിക്കണു, കട്ടളയിലുണ്ടാക്കണു, പറമ്പിലെ കല്ല് വെട്ടണു, തറ പണിയണു. ആദ്യം തറ പണിയും. തറ പണിത് ഒരു സീസൺ കഴിഞ്ഞിട്ട് പിന്നത്തെ മുകളിലേക്കുള്ള പണി നടക്കുള്ളൂ. കാരണം 1-2 പണിക്കാർ മാത്രമേ പുറമേ നിന്ന് വരൂ. ബാക്കി അവരുടെ ഹെൽപ്പറായിട്ട് കൊടുത്തരുന്നത് വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും. വീട്ടിലും ധാരാളം പണിക്കാരുണ്ടാവും. കാരണം കൃഷിയായിരുന്നു മെയിൻ തൊഴിൽ. ഈ കൃഷിക്ക് പോകുന്ന ആൾക്കാർ, കൊയ്യാനും മരിക്കാനും പോകുന്ന ആൾക്കാർക്ക് ആ കൃഷി ഇല്ലാത്ത സമയത്ത് വേറെ പണിയില്ല. അപ്പോൾ അവരാണ് പണിക്കാരെ സഹായിച്ചിരുന്നത്. കല്ല് പണിയണവർക്ക് അവരായിരിക്കും കുമ്മായം കൂട്ടി കൊടുക്കുന്നതും കല്ല് ചുമന്ന് കൊണ്ട് കൊടുക്കുന്നതും എല്ലാവരായിരിക്കും. ആകെ 1-2 പണിക്കാരെ പുറമെന്ന് വരുള്ളൂ. ഈ പണിക്കാർക്കെല്ലാം വീട്ടിൽ തന്നെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. പണ്ട് കൃഷി അല്ലാണ്ട് വേറെ വരവില്ല. ചില സ്ഥലങ്ങളിൽ നെൽകൃഷി ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ നാളികേരമുണ്ടാവും. കുറച്ചും കൂടി കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ റബ്ബറുണ്ടായിരിക്കും. എല്ലാം കൃഷി തന്നെയാണ്. കൃഷി എന്നുള്ള വരവ് കൊണ്ട് മാത്രം വേണം എല്ലാ പണിയും ചെയ്യാൻ. അതിൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് വീട് പണി ഓരോ സമയത്തും കൊയ്ത്ത് കഴിയുമ്പോൾ കുറേശ്ശെ പണിയും. അങ്ങനെ 3, 4, 5 കൊല്ലം കൊണ്ട് വീട് പണി തരുന്നത്. ഈ വീട് പണി തന്നെയാണ് അളവുകൾ ഉപയോഗിച്ചിരുന്നത്. പണ്ട് കാലത്ത് ഉടമസ്ഥൻ്റെ കാല് വെച്ചിട്ട് ഇത്ര അടി നീളം, ഇത്ര അടി വീതി. ചില സ്ഥലത്ത് ചാൻ ഉപയോഗിച്ചിരുന്നു. ചാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടുന്ന് ഇതുവരെയുള്ള അളവാണ് ചാൻ. ചില സ്ഥലത്ത് അളവ് മുഴം ഉപയോഗിച്ചിരുന്നു, ഇവിടുന്ന് ഇവിടെ വരെയുള്ള അളവ്. ഇതെല്ലാം ഉടമസ്ഥൻ്റെയാണ് ഉപയോഗിച്ചിരുന്നത്. ചില സ്ഥലങ്ങളിൽ ഇത് മാറി വിരലായി വന്നു. വിരൽ എന്ന് പറഞ്ഞാൽ തന്നെ ഉടമസ്ഥൻ്റെ ഈ വിരലാണ്. ഈ വിരൽ 20 വിരൽ വെച്ച് ഒരു കോലുണ്ടാക്കും. ചിലവർ 24 വിരൽ വെച്ച് കോലുണ്ടാക്കും. ചിലവർ 28 വിരൽ വരെ. അത് പഴയ കാലത്ത് ഇന്നത്തെ പോലെയല്ല. 100 കൊല്ലം മുമ്പ് എല്ലാത്തിലും കുറച്ച് ജാതി ഉണ്ടായിരുന്നു. ജാതി മീൻസ് ഇന്നത്തെ പോലെ ജാതിയല്ല. മരം പണിയണവരെ മരപ്പണിക്കാരും, ഇരുമ്പ് പണിയണവരെ കരുവാൻ, കല്ല് പണിയണവരെ കൽപ്പണിക്കാരൻ, അങ്ങനെയായിരുന്നു ജാതി തിരിച്ചിരുന്നത്. അപ്പോൾ ഓരോരുത്തരും വീട്ടിലും അതേ കുറേശ്ശെ വ്യത്യാസങ്ങളുണ്ട്. ഈ കണക്കെല്ലാം നോക്കിയിരുന്നത് മിക്കവാറും മരപ്പണിയുടെ സീനിയർ മൂത്താശാരിയാണ്. അയാൾ അനുസരിച്ചാണ് അതെല്ലാം നോക്കിയിരുന്നത്. ദാറ്റ് ഈസ് തച്ചുശാസ്ത്രം, തച്ചൻ്റെ ശാസ്ത്രം. തച്ചൻ എന്ന് പറഞ്ഞാൽ പണിക്കാര. അങ്ങനെ വാസ്തു എന്നുള്ള വീട് ഒരു സ്ഥലത്തും ഇല്ല. വാസ്തു ഇതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പഴയ കാലത്ത് വീടുണ്ടാക്കുന്നത് ഇന്നത്തെ പോലെയല്ല. വീട്ടിൽ വലിയ ഒരു ഹാളുണ്ടാവും. കിഴക്കോട്ട് മാത്രം മുഖമായിട്ട് വീട് പണിതിരുന്നുള്ളൂ. ചെന്ന് കയറുമ്പോൾ ഒരു വലിയ ഹോളുണ്ടാവും. ഹോളിന് ചുറ്റും കിഴക്കും തെക്കും ഒരു വരാന്ത ഉണ്ടാവും. വടക്ക് വശത്ത് ഒന്ന് നീട്ടിയെടുക്കും. പൈസയുള്ളവർ വേറൊരു ബിൽഡിംഗ് പണിയും, അടുക്കള, ഊൺമുറി. പടിഞ്ഞാറ് വശത്ത് നടുക്കിലായിട്ട് അറയുണ്ടാവും. കാരണം അത് നെല്ല് സൂക്ഷിക്കണം. നെല്ല് സെക്യൂരിറ്റിയെ സൂക്ഷിക്കണം. ഇന്നത്തെ പൈസ പോലെ തന്നെ നെല്ല്, അത് ആരും കട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ നടപ്പര അല്ലെങ്കിൽ ഹോള് കഴിഞ്ഞാൽ അടുത്ത് സെൻറ്ററിൽ അറ, അപ്പുറത്തും ഇപ്പുറത്തും ബെഡ്റൂം.
കാശുള്ളവരാണെങ്കിൽ മുകളിലും 2 ബെഡ്റൂം പണിയും. ബെഡ്റൂമിന് സ്രാമ്പി എന്ന് ചില സ്ഥലത്ത് പറയും, പല സ്ഥലത്ത് പല പേരിലറിയും. ഇന്ന് കാലം വളരെ മാറി. വീട് പണി ഒരു 70-ന് ശേഷമാണ് ഇതുപോലെ വീട് പണി അധികം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പണ്ടൊരു ഫാമിലിയിൽ 4ഉം 5ഉം ഫാമിലി ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. ചേട്ടനനിയന്മാർ, അവരുടെ മക്കൾ, പെങ്ങന്മാർ എല്ലാവരും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. എല്ലാവരും ഒരു ഹാളിൽ ഒന്നിച്ചായിരിക്കും കിടപ്പ്. ചിലർ വരാന്തയിലാണ് കിടക്കുക. പക്ഷെ ആർക്കും ഒരു കംപ്ലൈൻറ്റോ വേറെ ഒന്നും ഉണ്ടായില്ല. വീട്ടുകാർ തമ്മിൽ ഭയങ്കര അടുപ്പായിരുന്നു, കുട്ടികൾ തമ്മിൽ വളരെ അടുപ്പായിരുന്നു. ഇന്നത്തെ പോലെയല്ല. അത് കാരണം വളരെയധികം ഗുണങ്ങളുണ്ടായിരുന്നു. അവർക്ക് എവിടെ പോയാലും ജീവിക്കാൻ അറിയാം, എവിടെ പോയാലും പെരുമാറാൻ അറിയാം. ഇന്നിപ്പോൾ 1-2 കുട്ടികൾ ഒറ്റയ്ക്ക് ജീവിച്ച് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം വീട്ടുകാർ. പണ്ടങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. മൂത്തവരെന്ത് പറയണോ അത് ചെയ്യുക, അവരെ അനുസരിക്കുക. അത് കഴിഞ്ഞ് 70-ന് ശേഷമാണ് എഞ്ചിനീയർമാരായിരുന്നു വീട് പണിയുടെ നേതൃത്വം ഏറ്റെടുത്തത്. നമ്മുടെ നാട്ടിൽ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജ് 70 തൊട്ട് എല്ലാ സ്ഥലത്തും വന്നു. തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ വരണത്, കോഴിക്കോട് വന്നു, പിന്നെ കൊല്ലത്ത് വന്നു, പിന്നെ നിറച്ച്. അപ്പോൾ എഞ്ചിനീയറിംഗ് പാസ്സായ ആൾക്കാരായിരുന്നു. പിന്നെ പ്ലാൻ വരയ്ക്കൽ. അപ്പോൾ ആശാരിമാരും പണിക്കാരെല്ലാം ഔട്ടായി. എന്നാലും കുറച്ച് കാലം എഞ്ചിനീയർമാർ പറഞ്ഞതൊന്നും ആശാരിമാർ അനുസരിച്ചില്ല. കാരണം എഞ്ചിനീയർമാർക്ക് പരിചയക്കുറവുണ്ടായിരുന്നു, ലോകപരിചയമില്ല. മരപ്പണിയെ പറ്റിയൊന്നും ശരിക്കും അഭിപ്രായം പറയാൻ അവരെ കൊണ്ട് ആവില്ല, അത്ര മോശമായിരുന്നു. അതിനോടുകൂടി തന്നെ ഈ അടക്കളയുടെ സ്ഥാനം വടക്കേ ഭാഗത്ത് സെപ്പറേറ്റ് ഉള്ളത് എഞ്ചിനീയർമാർ വന്നപ്പോൾ അവരുടെ ഇഷ്ടപ്പെടാതെ ബെഡ്റൂമിൻ്റെ സ്ഥാനം മാറിയിരുന്നു. പഴയ കാലത്തെ ബെഡ്റൂം പടിഞ്ഞാറ് വശത്ത് വെച്ചിരുന്നത് കേരളത്തിൽ 9 മാസവും 4 ദിവസം തെക്ക് പടിഞ്ഞാറേ കാറ്റാണ്. ഈ കാറ്റ് എല്ലാ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാൻ മാത്രമാണ് പണിതരുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രാണവായു അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടുമായിരുന്നു. പിന്നെ എത്ര ആൾ വന്നാലും നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുക. അതിന് വലിയൊരു ഹോൾ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ വന്ന് അകത്ത് കിടത്തേണ്ട വലിയ വരാന്തകളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുൻവശത്ത് ഒരു തൊഴുത്തുണ്ടാവും. കാശുള്ളവർക്ക് ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ അതെല്ലാം മാറി. പണ്ട് ഓലയാണ് വീടിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 70, 80, 90 കൊല്ലമായിട്ടുള്ള ഓട് വന്നിട്ട്. അന്ന് ഓലമേഞ്ഞ മാത്രമേ ഉള്ളൂ, പിന്നെ ഓടിട്ട വീടാണ്. ഇന്ന് നമ്മൾ എവിടെ നടന്നാലും ഒരു ഓലമേഞ്ഞ വീട് കാണാൻ കിട്ടില്ല. ഓടിട്ട വീടും വളരെ അപൂർവമാണ്. എല്ലാവരും വാർക്കയായി. ചെറിയ വീടായാലും വലിയ വീടായാലും വാർത്തു മാത്രമേ വീട് പണിയുള്ളൂ. അപ്പോൾ ഈ മരപ്പണിക്കാർക്ക് മരം പണിയണമെങ്കിൽ, കഴുക്കോല് മുറിക്കണമെങ്കിൽ അതിന് പ്രത്യേക കണക്ക് വേണം. അത് മുറിയുടെ വീതി അറിഞ്ഞാൽ റെഡി റെക്കണറാണ്. ഒരു മുറിയുടെ വീതി 3 കോല് 2 പേരിലെന്ന് പറഞ്ഞാൽ ആശാരിമാർക്ക് ആ കഴുക്കോലിൻ്റെ നീളം, മേൽക്കൂര ഉണ്ടാക്കൽ എല്ലാം പുറത്തുണ്ടാക്കി റെഡിയാക്കി പിന്നെ എടുത്ത് മുകളിലേക്ക് വെക്കണേ. വീടിൻ്റെ മുകളിലൊരു ഉത്തരം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഉത്തരത്തിൻ്റെ മുകളിലാണ് കൂട് വെക്കണേ. കൂടിൻ്റെ മുകളിലാണ് ഓല. ഇപ്പോൾ ഓലയ്ക്ക് പകരം ഓട്. ഓലയാകുമ്പോൾ നല്ല സ്ലോപ്പ് ഉണ്ടായിരിക്കും. ഓടാകുമ്പോൾ അതിനെ കുറച്ച് കുറഞ്ഞു. അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയ കണക്കുകൾ ഇപ്പോഴും ചില ആൾക്കാർ പിന്നാലെ നടക്കുന്നുണ്ട്. ചില ആൾക്കാർ ഞാൻ ചെല്ലുന്ന സമയത്ത് വീടിൻ്റെ മുറികളെ കണക്ക് എത്ര, കണക്ക് എനിക്കറിയില്ല, കണക്കായിട്ട് ബന്ധമില്ല, അത് തച്ചുശാസ്ത്രമാണ്, വാസ്തുവായിട്ട് യാതൊരു ബന്ധമില്ല. പല ആൾക്കാരും ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ആൾക്കാർ പറയണത് വീട് അളന്ന് നോക്കി കണക്കിൽ തെറ്റുണ്ട്, കണക്ക് ശരിയാക്കണം. കണക്കും ഇതൊന്നും വീടിൻ്റെ പണിയും തമ്മിലും യാതൊരു ബന്ധമില്ല, അത് തച്ചുശാസ്ത്രമാണ്. വാസ്തുശാസ്ത്രത്തിൽ കണക്ക് എന്ന സംഭവം തന്നെ ഇല്ല. പിന്നെ മരം കിട്ടാണ്ടേ നാട്ടിൽ. മരം ഇല്ലാണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ കോൺക്രീറ്റിലേക്ക് മാറി, കട്ടള ജനല. ഇപ്പോൾ അതും മാറി. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ വുഡ് വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഡോർ വരുന്നുണ്ട്, ജനല മുഴുവൻ ഗ്ലാസ്സാക്കി, അലുമിനിയം, PVC അങ്ങനെ എല്ലാം മാറി. ഇപ്പോൾ ആശാരിമാരെയും കിട്ടാനില്ല. നമ്മുടെ നാട്ടിൽ ആശാരിമാർ അവരുടെ മക്കളൊക്കെ എഞ്ചിനീയർമാർ, ഡോക്ടർമാരൊക്കെ പോയി. അപ്പോൾ നാട്ടിലിപ്പോൾ ആശാരിമാരില്ല. കല്ല് പണിയണവരും നാട്ടിലാരുമില്ല. മറ്റത് പാരമ്പര്യമായിട്ട് ഗമയിൽ പറഞ്ഞായിരുന്നു, ഞാൻ ഇന്ന വീട്ടിലെ പണിക്കാരനാണെന്ന്. അവനതിന് ആനുകൂല്യങ്ങളും കിട്ടിയായിരുന്നു ആ വീട്ടിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ പണിക്കാരൻ ആരുമില്ല. ഒരു ആശാരി വേണമെങ്കിൽ ചെറിയൊരു പണി, ഒരു വാതിലടയണില്ല, വേറെ എന്തെങ്കിലും വന്നാൽ നമ്മൾ അന്വേഷിച്ച് നടക്കണം. ഏതെങ്കിലും കോൺട്രാക്ടർമാരുടെ അടുത്ത് പോയി ആളെ കിട്ടണം. ഭയങ്കര വിഷമം. ഇപ്പോൾ വീട് പണി പഴയ പോലെ അല്ല. പ്ലാൻ ഉണ്ടാക്കാൻ ആർക്കിടെക്റ്റിനെ അന്വേഷിച്ച് നടക്കണം. അത് കഴിഞ്ഞാൽ എല്ലാ പണിക്കും ആൾക്കാരെ അന്വേഷിച്ച് നടക്കണം. കോൺട്രാക്ടർമാരെ അന്വേഷിച്ച് നടക്കണം. കോൺട്രാക്ടർമാരിൽ ചിലവ് കുറഞ്ഞ കൂടിയ ആൾക്കാരെ അന്വേഷിച്ച് നടക്കണം. ഇതെല്ലാം പിന്നെ മെറ്റീരിയൽസ് അന്വേഷിച്ച് നടക്കണം. വീട് പണി ഇപ്പോൾ വളരെ വിഷമം പിടിച്ച ഒരു ഇടപാട് തന്നെയായി മാറിയിരിക്കുകയാണ്. ഞാനൊരു 50-55 കൊല്ലമായിട്ട് ഈ വീട് പണികളായിട്ട് ബന്ധം ഉള്ളതാണ്.
അപ്പോൾ എനിക്ക് ഇതിൽ നിന്നെല്ലാം വിട്ട് ഞാൻ കുറച്ച് കാലം പുറത്ത് വർക്ക് ചെയ്തിരുന്നു ബോംബെയിൽ. മറ്റ് പല സ്ഥലത്തും വർക്ക് ചെയ്യേണ്ടി വന്നു. ചെറുപ്പം തൊട്ട് ധാരാളം പ്ലാൻ വരച്ചുറകളുടെ ചാൻസസ് വന്നു. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതായിട്ടും വന്നു. പല സ്ഥലത്തും ഞാൻ കുറ്റിയടിക്കാൻ പോകുമ്പോൾ അവർ പറയണത് കുറ്റിയടിക്കാൻ വരട്ടെ, മൂത്താശ്ശേരി വരണം, സ്ഥാനം നോക്കണം. വലിയ പറമ്പിൽ അവർ പറഞ്ഞ് 100% ശരിയാ. 4 ഏക്കർ 2 ഏക്കർ ആശാരി വന്നാൽ സ്ഥാനം നോക്കും. പറമ്പിന് 2ആയി തിരിക്കും. വടക്ക് ഭാഗത്ത് വീട് പണിയും, തെക്ക് ഭാഗത്ത് വീടിന് തെക്ക് ഒരു വരമ്പിടും മണ്ണുകൊണ്ട് വെറുതെ ഒരു വരമ്പിട്ട് അതിൻ്റെ മുകളിൽ നിറച്ച് ചെടികൾ നൽകും. അതിൻ്റെ ഉദ്ദേശം തെക്ക് വശത്ത് മരിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യാനും അവിടെ കത്തിക്കാനും മറ്റതിനൊക്കെ. അത് നല്ല കാര്യമായിരുന്നു. വീട്ടിലേക്ക് ആരും ശല്യമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ 5 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റിൽ സ്ഥാനം നോക്കേണ്ട ആരും ആവശ്യമില്ല. കേരളത്തിൽ ബിൽഡിംഗ് റൂളുണ്ട്. 82-ലാണ് എൻ്റെ ഓർമ്മ ബിൽഡിംഗ് റൂൾ വരുന്നത്. അതിനുശേഷം ഈ സ്ഥാനം നോക്കണം ആശാരി മൂത്താശ്ശേരി ഒന്നും ആവശ്യമില്ല. കാരണം പ്രളയം കൊടുക്കുമ്പോൾ തന്നെ അതിലെല്ലാം എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ വീട് പണിയാൻ സാധിക്കുള്ളൂ. അതാർക്കും മാറ്റാധികാരമില്ല. അപ്പോൾ സ്ഥാനം നോക്കണതിൽ ആരും മീനിങ്ങില്ല. ഇപ്പോഴും ചില ആൾക്കാർ സ്ഥാനം നോക്കുന്നുണ്ട്. ഇന്നിപ്പോൾ റോഡുണ്ട് എല്ലാ സ്ഥലത്തും. പണ്ട് റോഡില്ല, നമ്മൾ നടന്നാണ് പോയിരുന്നത്. അപ്പോൾ എല്ലാവരും വീട് കിഴക്കോട്ട് മുഖമായിട്ടാണ് പണിതിരുന്നുള്ളൂ. തിരിച്ചാരും പണിതിരുന്നില്ല. വീട് കിഴക്കോട്ട് മുഖം, പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം, വടക്ക് വശത്ത് അടുക്കള, ഊൺമുറി. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീട് വടക്കോട്ട് മുഖമായി പണിത് തുടങ്ങി ആൾക്കാർ. സൗകര്യം നോക്കി. റോഡൊക്കെ വന്നപ്പോൾ, വടക്ക് റോഡ് വന്നപ്പോൾ വടക്കോട്ട് മുഖമായി പണിതു. അതിലും വലിയ കുഴപ്പമില്ല. തെക്കോട്ട് പടിഞ്ഞാട്ട് മുഖമായിട്ട് ആരും വീട് പണിതായിരുന്നില്ല. തെക്കോട്ട് പണിയാത്ത കാര്യം മരിച്ചു കഴിഞ്ഞാൽ തെക്കോട്ടല്ലേ കൊണ്ടുപോകണേ, ആ ഒരു ഇതിലാണ്. അതുപോലെ പടിഞ്ഞാട്ടും പണിതായിരുന്നില്ല. ഇപ്പോൾ പിന്നെ എല്ലാ ഭാഗത്തും ധാരാളം റോഡ് വന്നുകൊണ്ട് എവിടേക്ക് വേണമെങ്കിൽ മുഖമായിട്ട് വീട് പണിയാം. എന്നാലും ചില ആൾക്കാർ ഈ പഴയ ഇതിന്മേൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുണ്ട്. നമ്മൾ ആ ഭൂമിയിൽ പോയി കഴിഞ്ഞാൽ ആ ഭൂമി എങ്ങനെയുണ്ട്, അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ എങ്ങനെയുണ്ട്, അവിടുത്തെ വിൻഡ് ഡയറക്ഷൻ എങ്ങനെയുണ്ട്, ആ ഭാഗത്ത് വെള്ളം കിട്ടാൻ വഴിയുണ്ടോ, ഇവ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ വീടിനെ പ്ലാൻ ഉണ്ടാക്കണതും വീട് പണിയണതും. അതായത് ഭൂമിയുടെ ചെരിവ് കിഴക്കോട്ടാണോ വടക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ എന്നെല്ലാം നോക്കിയിട്ടാണ്. ഇപ്പോഴും ഇത് രണ്ട് കൂട്ടിക്കുഴയ്ക്കുകയാണ് വാസ്തുശാസ്ത്രവും തച്ചുശാസ്ത്രവും. തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞാൽ തച്ചൻ്റെ ശാസ്ത്രമാണ്. അതിന് അളവുകളുണ്ട്. പക്ഷേ ഓടും ഓലയും പോയി കോൺക്രീറ്റ് വന്നപ്പോൾ അതിൻ്റെ അളവിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും കണക്കിൻ്റെ ആവശ്യമില്ല, കഴുക്കോലിൻ്റെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് കണക്ക് നോക്കണ ആവശ്യമില്ല. ഇനി ഒരിക്കലും കണക്കിൻ്റെ പുറത്ത് പിടിച്ച് നടക്കേണ്ട കാര്യമില്ല. വീട് പണിയിൽ കണക്കൊന്നും സംഭവമില്ല. ഇനി കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ പഴയ കാലത്ത് പലതരം കണക്കായിരുന്നു. ക്ഷത്രിയർക്കൊരു കണക്ക്, ബ്രാഹ്മണർക്ക് വേറെ കണക്ക്, രാജാക്കന്മാർക്കൊരു കണക്ക്. അപ്പോൾ ഏത് കണക്ക് ഉപയോഗിച്ചാണ് നമ്മൾ കണക്ക് കൂട്ടണമെന്ന് നമുക്ക് അറിയണില്ല. ഇപ്പോൾ എല്ലാവരും കണക്ക് കൂട്ടുന്നത് ഒരു കോല് 24 വിരൽ അല്ലെങ്കിൽ 72 സെൻറ്റിമീറ്ററാണ്. പക്ഷെ കണക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കിയാൽ പറ്റില്ല. ഉടമസ്ഥൻ്റെ ഈ വിരൽ വെച്ച് കണക്കുണ്ടാക്കണം. അത് ഓരോ ജാതിക്ക് ഓരോ കണക്കാണ്. അത് വളരെ കോംപ്ലിക്കേറ്റഡാണ്. അതുകൊണ്ട് കണക്ക് നോക്കാണ്ടിരിക്കണേ ഏറ്റവും നല്ലത്. ഇപ്പോൾ ആരും കണക്ക് നോക്കണില്ല. ഞാനൊരു 150 കോടി രൂപയുടെ ഒരു വീട് പണിതെടുത്ത് പോയിരുന്നു. അവിടെ ആരും കണക്കൊന്നും കിട്ടില്ല. പല സ്ഥലത്തും പോകുന്നുണ്ട്, ഒരു സ്ഥലത്തും കണക്കില്ല. എന്നാലും ഇപ്പോഴും വില്ലേജുകളിൽ ഈ കണക്കിൽ മുറുകി പിടിച്ച് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നല്ലത്, അതിന് മറന്നു കളയാൻ നല്ലത്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ.